Hello friends, welcome back to the book hauls. Let's open our book. നമ്മൾ ഇന്നൊരു വർക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബ്ലാക്ക് സ്പ്രിംഗ് written by American author Henry Miller and it was written between 1932 and 33 while he was living in a suburb of Paris. The book was not released in the United States until 1963. ഓക്കെ, എപ്പോഴാണ് ഇത് എഴുതുന്നത്? 32-നും 33-ക്കും ഇടയിലാണ്. പക്ഷേ 1963 വരെ ഇത് എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഓഫ് സം അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബ്സെൻഡിറ്റി ലോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ബുക്കിൽ എന്താ കവർ ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഓതറിൻ്റെ ചൈൽഡ്ഹുഡ്, എവിടെ ഉള്ള ചൈൽഡ്ഹുഡാണ്, എവിടെ ആയിരുന്നു? വാസ് ഇൻ പാരീസ്, ന്യൂയോർക്കിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് വേരിയസ് ഇന്യൂമറബിൾ ടോപ്പിക്സ്, അതായത് ഡിസീസ്, അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. ഇതൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ പ്ലോട്ടോ ഒരു സെൻട്രൽ ക്യാരക്ടറോ നമുക്ക് ഇതിനില്ല, ബ്ലാക്ക് സ്പ്രിങ്ങിനില്ല. മോർ ദാൻ എ നോവൽ, ഇതൊരു മെമ്മോയർ പോലെയോ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് പോലെയോ ഓട്ടോബയോഗ്രഫി പോലെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. 10 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനും ഓരോ പേരും ഉണ്ട്. അത് നമുക്ക് സെക്ഷൻ വൈസ് നോക്കാം. മില്ലർ തന്നെ ഈ വർക്കിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പാരീസിൽ 10 വർഷം ഉണ്ടായിരുന്നു. ആ 10 വർഷത്തിൻ്റെ ഇടയിൽ 7-8 ബുക്സ് എഴുതി. അതിൽ ഈ ബ്ലാക്ക് സ്പ്രിംഗ് ആണ് ദ ബെസ്റ്റ്, എഴുതിയതിൽ ദ ബെസ്റ്റ് ഈ ബ്ലാക്ക് സ്പ്രിംഗ് ആണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്പ്രിംഗ് നോക്കാം. അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് നോക്കാം. ആദ്യത്തേത് ദ 14th വാർഡ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് റീകോൾ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റിക്കലക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ബ്രൂക്ക്ലിനിൽ 14th വാർഡിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടുത്തെ ഒരു മെമ്മറീസൊക്കെ അദ്ദേഹം റീകളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 14th വാർഡ് എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രമാണ് ആ സമയത്ത് അദ്ദേഹത്തിന് പറയാനൊക്കെ അറിയാമായിരുന്നത്. ഭയങ്കര ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്ട്രീറ്റ്സിലൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിച്ചിരുന്നൊരു കാലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കളിക്കാൻ പോകുമ്പോൾ സ്ട്രീറ്റിൽ കാണുന്ന ബാക്കി ബോയ്സൊക്കെ ആയിരുന്നു ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹീറോസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു സ്ഥലത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു മെമ്മറി എന്ന് പറയുന്നത് ലാർജ് ബാറ്റിൽ ഷിപ്സാണ് ഇൻ ദ നെയ്യാർഡ്. ആ സമയത്ത് റോബ് റാംസേ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധത്തിന് പോകുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്, യുദ്ധത്തിൽ മരിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കെൻഡിൽ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ദ ടൈഡ്സ് ആൻഡ് വെതർ ഓഫ് ദ റിവർ, അത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ തന്നെ ഉള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് കാണാമായിരുന്നു ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് കാണാമായിരുന്നു എഗൻസ്റ്റ് ദ സ്കൈ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന മെമ്മറീസ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ചൈൽഡ്ഹുഡും യൂത്തും എങ്ങനത്തെ സമയങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അൺബ്ലെമിഷ്ഡ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ, സ്പ്ലിറ്റിംഗ് ആൻഡ് ചേഞ്ച്. പക്ഷേ അഡൽട്ട്ഹുഡ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ആ ഒരു കാലത്തിനെ പറ്റി ഓർത്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ മൊമെൻറ്റ് വെൻ ഹി ഡിസ്കവേർഡ് ദസ്തവസ്കിയെ പറ്റി മനസ്സിലാക്കിയ ആ ഒരു സമയം. അതിനുശേഷം നത്തിങ് വാസ് എവർ ദ സെയിം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് 14th വാർഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ആ സാറ്റർഡേ ആഫ്റ്റർനൂണാണ് നെക്സ്റ്റ് ചാപ്റ്റർ. മില്ലർ ഇപ്പോൾ പാരീസിലാണുള്ളത്. അമേരിക്കയെക്കാളും പാരീസിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മോർ ലൈക്ക് ഹോം ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പാരീസിലെ സിറ്റിയിലൊക്കെ ബൈക്ക് റൈഡ് പോകാനും പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും ഒക്കെ മില്ലറിന് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പാരീസിനെ ഒരു ഫാബ്രിക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീവിൽ താനും ഒരു പാർട്ടാണെന്ന്, അതായത് നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ ഈടും പാവും എന്നൊക്കെ പറയില്ലേ, അതിൽ താനും ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ താൻ പാരീസിൻ്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് ബിലോങ് ചെയ്യുന്നു, ഈ പ്ലേസിൽ ഞാൻ ബിലോങ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റി തൻ്റെ കുറേ നീഡ്സിനെയൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരീസിൽ കുറേ വണ്ടർഫുള്ളായിട്ടുള്ള നല്ല കുറേ പബ്ലിക് യൂറിനൽസ് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണല്ലോ, അതൊക്കെ ആ സിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് മില്ലറിൻ്റെ തോട്ട്സ് റോബിൻസൺ ക്രൂസോയിലേക്ക് ടേൺ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. റോബിൻസൺ ക്രൂസോ ഡീറ്റെയിൽ ചെയ്യുന്നത് ലൈഫ് ബിഫോർ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് മോഡേണിറ്റി ആണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പ്രസൻറ്റിൽ ആൾക്കാർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്.
ഓരോ സമയത്തും ഓരോ പ്രശ്നമാണ്. ഒന്നെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ സിഫിലിസ്, അല്ലെങ്കിൽ ലൈഫിലെ പ്രഷർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ച് റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റാബിലിയാസും അപ്പോലിയാസും പോലെ കുറേ റൈറ്റേഴ്സ്. പിന്നെ ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസാണ്? കിങ് ജെയിംസിൻ്റെ ബൈബിളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തവർ. പിന്നെ ആരുണ്ട്? ജൊനാഥൻ സ്വിഫ്റ്റ്. ഇവരുടെയൊക്കെ വർക്ക്സ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. വിത്ത് എ സാൾട്ടി ടാങ്ക്, ദ സെസ്റ്റ് ഓഫ് ലൈഫ്, ദ റിയൽ ക്രുവൽറ്റി ആൻഡ് ദ റിയൽ ബോർഡം എന്നാണ് പറയുന്നത്. അടുത്ത ചാപ്റ്റർ വരുന്നത് തേർഡ് ഓർ ഫോർത്ത് ഡേ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയാണ്. ഇവിടെയും മില്ലർ പാരീസിൽ തന്നെയാണുള്ളത്, ബട്ട് ഇൻ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഹോമിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പിന്നെ സിഫിലിസിനെ പറ്റിയുള്ള ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ വാസ്തവത്തിൽ വേൾഡ് ഇസ് നെയ്തർ ഗുഡ് നോർ ബാഡ് എന്നാണ്. അതുപോലെ തന്നെ ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കഥയിൽ ഒരു കഥ മാത്രമാണ് എന്നാണ്. അങ്ങനെ ഹീ ഫീൽസ് മാഡ്. അതുപോലെ തന്നെ ഹീ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് അമേരിക്ക. ഇനി അടുത്ത ചാപ്റ്റർ ദ ഏഞ്ചൽ അസ് മൈ വാട്ടർമാർക്കാണ്. ഈ ഒരു സെക്ഷനിൽ മില്ലർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹം ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ഓഫ് പെയിൻറ്റിങ് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ പറ്റിയാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു ആർട്ട് ഗാലറി അല്ലെങ്കിൽ ആർട്ട് മ്യൂസിയം കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഹീ പുൾഡ് ഔട്ട് ഹെസ് ടൈപ്പ് റൈറ്റർ. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹത്തിനെ ഫ്ലഡ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോഴ്സ് ഓഫ് സം എക്സ്റ്റേണൽ ഡിക്റ്റേഷൻ ഫോഴ്സ് അദ്ദേഹത്തിനെ ഓവർവെൽം ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷനിൽ അദ്ദേഹം കുറേ പേജുകൾ എഴുതി കൂട്ടുന്നുണ്ട്. കഴിക്കാനും വെള്ളം കുടിക്കാനും മാത്രമൊക്കെ അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നുള്ളൂ. ആ ബ്രേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് ഫോഴ്സിനെ ഫ്യൂവൽ ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അദ്ദേഹം ഫൈനലി പോസ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ദിസ് ടൈം അദ്ദേഹത്തിന് തോന്നുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഫെൽ ലൈക്ക് ഹിസ് ഓൺ ബോഡി ഈറ്റിംഗ്. ഈ സമയത്ത് അദ്ദേഹം ഈ ഒരു പോയിന്റിൽ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഹി റിയലി വാണ്ടഡ് ടു ഡു വാസ് ടു പെയിൻറ്റ് സംതിങ്. അപ്പോൾ എഴുതാനല്ല, എനിക്കെന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനാണ് തോന്നുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻസെയിൽ അസൈലത്തിലെ കുറച്ച് ഇൻമേറ്റ്സ് അവർ വരച്ച ഒരു ബുക്ക് ഓഫ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അതെടുത്ത് അദ്ദേഹം നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെന്തുമാത്രം ഭംഗിയായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു സാധനങ്ങളാണ് പെയിൻറ്റ് ചെയ്തിരിക്കണേ എന്നൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അതിലൊരു പെയിൻറ്റിങ് കോപ്പി ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് ആദ്യം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അതൊരു പ്ലാഗാരിസമായിട്ട് തോന്നുന്നുണ്ട്. പ്ലാഗാരിസം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം കോപ്പി ചെയ്യുന്നത്, അത് വേസ്റ്റാണ് എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് വരയ്ക്കാൻ തീരുമാനിക്കും. ആദ്യം ഒരു കുതിരയെ വരയ്ക്കാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഓരോ ബോഡി പാർട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് അദ്ദേഹത്തിന് ഇമ്പോസിബിളായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആകെ അദ്ദേഹം വിഷമിക്കുകയാണ്. ആ ആർട്ട് ഹിസ്റ്ററിയിലെ ക്വിൻറ്റിസെൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഇമേജ് അതിനെ ക്യാപ്ചർ ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഓർത്തിട്ട് അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അഡീഷൻസൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഈ അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ കുതിരയെ ഇങ്ങനെ ടിക്കിൾ ചെയ്യുന്നത്, പിന്നെ ആ മനുഷ്യനൊരു പാലത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, ആ പാലം വരയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു മൗണ്ടെയിൻ വരയ്ക്കുന്നുണ്ട്, ആ മൗണ്ടെയിൻ ഒരു വോൾക്കാനോ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഒരു സെമിത്തേരി വരയ്ക്കുന്നുണ്ട്, ഒരു ഏഞ്ചലിനെ വരയ്ക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് റാൻഡംലി ഗൊണ്ടോല. ഫൈനലി അദ്ദേഹം പെയിൻറ്റിങ് വരച്ചു കഴിഞ്ഞ് വാഷ് ചെയ്തു, സ്ക്രബ് ചെയ്തു ആൻഡ് ലെയ്ഡ് ഇറ്റ് ഔട്ട് ഫ്ലാറ്റ്. അതാണ് ഫൈനൽ ഇൻകം എന്ന് പറയുന്നത്, അതാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എന്നിട്ട് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു ആൻഡ് ഹി ക്ലെയിംസ് ദ ഏഞ്ചൽ ആസ് ഹിസ് വാട്ടർമാർക്ക്. ആ ഏഞ്ചലാണ് അദ്ദേഹത്തിൻ്റെ വാട്ടർമാർക്ക് എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു. ഇവിടെയാണ് ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അടുത്ത സെക്ഷൻ ദ ടൈലർ ഷോപ്പാണ്. ഈ സെക്ഷനിൽ മില്ലർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആസ് എ യങ് മാൻ ആണ്. ഈ സമയത്ത് അയാൾ ബ്രൂക്ലിനിലാണുള്ളത്. പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ ഹിസ് ഫാദറിനെ അയാൾ ദ ഓൾഡ് മാൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ടൈലർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദറിന് എപ്പോഴും ഭക്ഷണം കഴിക്കാനും ഡ്രിങ്ക് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജോലിയുടെ ഇടയിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ നെയ്ബോർഡിൽ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ അവയിൽ കുറേ പേരൊക്കെ മരിച്ചുപോയി, കൂട്ടുകാരിൽ കുറേ പേരൊക്കെ മരിച്ചുപോയി. വൺ ഓഫ് ദം ഫൗണ്ട് ജീസസ് എന്നാണ് പറയുന്നത്. വേറൊരാൾ അദ്ദേഹം പ്രെറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പ്രെറ്റൻഡ് ചെയ്തിട്ട് ഫേമസ് ആയി. എന്താ പ്രെറ്റൻഡ് ചെയ്യുന്നത്? ടു ബി ദ ക്രൗൺ പ്രിൻസ്,
ഞാൻ ക്രൗൺ പ്രിൻസ് ആണ് എന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഫേമസ് ആയി. പക്ഷേ വാസ്തവം എന്തെന്ന് വെച്ചാൽ പുറമേ ഇങ്ങനെ ഭയങ്കര ചിയർഫുള്ളായിട്ട് പെരുമാറിയിട്ട് ശരിക്കും മനസ്സിൽ അയാൾ കുറച്ച് ക്വൈറ്റ് ഡിപ്രസ്ഡ് ആണ്. പിന്നെ മില്ലറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നുണ്ട്. അയാൾ മരിച്ചതിന് ശേഷം മില്ലർ അതിൻ്റെ വൈഫിനെ സെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഓൾഡ് മാൻ, അതായത് മില്ലറിൻ്റെ അച്ഛൻ, അയാൾക്ക് അവിടെ കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. മില്ലറിന് മിക്കവാറും ഒക്കെ ഇവരോട് പാവം തോന്നാറുണ്ട്. ഫെൽറ്റ് ബാഡ് ഫോർ ദം എന്ന് പറയുമ്പോൾ ആരാണ്? ഇതുപോലെ ഭയങ്കര മ്ലേച്ഛന്മാരായിട്ടുള്ള പൈസക്കാരായ ആൾക്കാരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാരോട് ഹീ ഫെൽറ്റ് ബാഡ് ഫോർ ദം. അതുപോലെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ കാരണം മകനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. അതുപോലെ അമ്മയും കുറേ കംപ്ലെയിൻറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പരാതികൾ പറഞ്ഞ് ഇയാളെ അനോയ് ചെയ്യിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഏർലി 20s മില്ലർ കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെ പാരൻസിനെ പോലെ വൈഫും അനോയിങ് ആണ് എന്നാണ് അയാൾക്ക് തോന്നുന്നത്. പക്ഷേ അയാൾക്ക് ഒരു കാര്യം മാത്രം ഭയങ്കര ഹാപ്പിയാണ്, അതായത് ദേ ഹാഡ് ട്രെമൻഡസ്ലി ഗുഡ് സെക്സ്. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഷീ ഹാഡ് വൺ ഓഫ് എ ആംഗ്രി ഫിറ്റ്സ് ഓഫ് സോപ്പ്, ഭയങ്കര ദേഷ്യപ്പെട്ട് കരയുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഫാമിലി, മില്ലറിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് ഗെറ്റ് ടുഗെദറൊക്കെ വെക്കാറുണ്ട്. ഒന്നുകിൽ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ ഗ്യാദർ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ഒരു അങ്കിളുണ്ട്, ജോർജ്. പിന്നെ ടാൻറ്റേ മില്ലിയ. ഇവരുടെ രണ്ടുപേരുടെയും കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് പുവറായിട്ടുള്ള സ്പൗസസ് ആണുള്ളത്. ഇവരുടെ ആ സ്പൗസസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം രണ്ടുപേരും ഹാഡ് ബിക്കം ക്രേസി എന്നാണ് പറയുന്നത്. മിലിയ ആണെങ്കിൽ പതുക്കെ ഗ്രാജുവലി കൂടുതൽ ഇൻസാനിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവഞ്ച്വലി ഹാഡ് ടു ബി കമ്മിറ്റഡ്. മില്ലർ റൂമിനേറ്റ്സ് ചെയ്യാണ് ഓൺ ഹൗ ഹി സഫേർഡ് അറ്റ് ദിസ് ടൈം, എന്തുമാത്രം സഫർ ചെയ്തു എന്ന കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നു ലൈക്ക് ദെയർ വർ ഗുഡ് തിങ്സ് ഇൻ സ്റ്റോർ, എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ആ തോന്നലില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ചാപ്റ്റർ ജെബർവോൾ ക്രോൺസ്റ്റാഡറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് മില്ലറും മില്ലറിൻ്റെ ഫ്രണ്ടും കൂടി ഒരു ഫാമിലി വിസിറ്റ് ചെയ്യാണ്. ഒരു എസെൻട്രിക് ആയിട്ടുള്ള പക്ഷേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഫാമിലിയാണ്. അവിടെ അയാളുടെ വൈഫുണ്ട്, അയാളുടെ ഡോട്ടറുണ്ട്, 3 സെർവൻസും ഉണ്ട്. അപ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചാമിങ്ലി സ്ട്രെയിഞ്ച് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ജബ് ആസ് ഹീ ഈസ് നോൺ, ഇയാൾ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി, പോയട്രി, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നും പറയുന്നുണ്ട്. ഇനി വരുന്ന ചാപ്റ്റർ ഇൻ ടു ദ നൈറ്റ് ലൈഫാണ്. അദ്ദേഹം ഒരു കാര്യം ഓർത്തെടുക്കുകയാണ്, ഒരു ഡ്രീമി ആയിട്ടുള്ള ഒരു സർറിയൽ ആയിട്ടുള്ളൊരു കാര്യം ഓർത്തെടുക്കുകയാണ്. ഒരു കാര്യമല്ല, കുറച്ചധികം കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും ഓൾ ടുഗെദർ യാതൊരു ലിങ്കും ഇല്ല, ഒരു രീതിയിലും മീനിങ് ഫുള്ളും അല്ല. അദ്ദേഹം ഓർത്തെടുക്കുന്നത് കുറേ പെർപ്ലെക്സിങ് ആയിട്ടുള്ള മെസ്മറൈസിങ് ആയിട്ടുള്ള സീൻസാണ്. എന്തിൻ്റെയൊക്കെ? സിറ്റിയുടെ സീൻസ്, ഓഫ് നേച്ചർ, ഓഫ് സെക്സ് ആൻഡ് ഡെത്ത്, മീനിങ്ലെസ് ആൻഡ് പീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ വേക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ചൈന എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ മില്ലർ ഡിസൈഡ്സ് ഫ്രാൻസ് ചൈന. കാരണം എന്ന് വെച്ചാൽ അതൊരു ഫോറിൻ ലാൻഡാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു എൻകൗണ്ടർ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ആരുമായിട്ടുള്ള എൻകൗണ്ടറാണ്? വിത്ത് എ ഡെഡ് മാൻ ഓൺ ദി സ്ട്രീറ്റ്. പിന്നെ അദ്ദേഹം റൂമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഐഡൻറ്റിറ്റിയാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബ്രൂക്ക്ലിനിലുണ്ടായിരുന്ന ലൈഫും അതുപോലെ തന്നെ ഈ ഹോൾ വേൾഡിനെയും പ്ലേഗ് ചെയ്യുന്ന ഒരു മാറ്ററാണ് ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഐഡൻറ്റിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഗ്രിംലി ഒരു കാര്യം പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്റർ. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അനദർ വാർ ഇസ് ഓൺ ഹൊറൈസൺ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിൽ വെച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്ന എല്ലാ ബോയ്സും എങ്ങനെയാണെന്നാണ് പറയുന്നത്, വിൽ ഹാവ് ദെയർ ബ്രെയിൻസ് ബ്ലോൺ ഔട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബർക്ക്ലെസ്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇവിടെ മില്ലർ ഒരു സീരീസ് ഓഫ് മെമ്മറീസാണ് നമ്മൾ കാണുന്നത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനും പ്രത്യേകിച്ച് ലിങ്കൊന്നും ഇല്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? വാക്കിംഗ് ത്രൂ ദ ഗെറ്റോ, അതുപോലെ ഗോയിങ് ടു എ ഹോൾ ഇൻ ദ വാൾ ചേർച്ച് സർവീസ്, ഹോൾ ഇൻ ദ വാൾ എന്ന് പറയുന്ന ചേർച്ചിലേക്ക് പോകുന്നത്,
ഒരു ഡെഡ് ബോഡി കാണുന്നത്, ഒരു ബോളസ്ക്യൂ ഷോ കാണുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അഡൾട്ടീരിയസ് ആയിട്ടുള്ള വൈഫിനെ ഓർത്തെടുക്കുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഹോമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ഒരു മെമ്മറി. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക ആസ് ഗ്രേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ബി എ മാൻ ആൻഡ് ആസ്ക് ഫോർ വാട്ട് ഹി വാണ്ട്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ, വളരെ സിമ്പിളായിട്ട് ജീവിക്കാനാണെങ്കിൽ അമേരിക്ക ആസ് ഗ്രേറ്റ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് സൊലീസ്, പീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇൻ വൺസ് ഓൺ ഇൻറ്റേർണൽ ബുക്ക്. ഇനി ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മെഗാപൊളിറ്റിയൻ മാനിയാക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇവിടെ അദ്ദേഹം ഒരു വിവിഡ് പിക്ചറാണ് പെയിൻറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ പിക്ചറാണ്? ഓഫ് ദ നോയ്സി വൈബ്രൻറ്റ് നേച്ചർ ഡിഫൈയിങ് ക്രൗഡഡ് സിറ്റി, അതുപോലെ ആൻഡ് ഇറ്റ്സ് ഡെനിസൻസ്. ഓക്കെ, ഒരു സിറ്റി ലൈഫിനെയാണ് അദ്ദേഹം പിക്ചറൈസ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. ആ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ ഉൾപ്പെടും? എബിലിറ്റി ടു കിൽ മില്യൻസ് അറ്റ് ദ പുഷ് ഓഫ് എ ബട്ടൺ. ഒരു ബട്ടൺ പുഷ് ചെയ്ത് മില്യൻസ് ഓഫ് ആൾക്കാരെ കൊല്ലാൻ പോകുന്ന അത്രയും കഴിവുകൾ എന്ത് ചെയ്തു? ഹ്യൂമാനിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദർ സീംസ് ടു ബി ആൻ എൻഡ് അറ്റ് ഹാൻഡ് ആൻഡ് ഹി വാണ്ട്സ് ടു സിംപ്ലി സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ഹിസ് ഓൺ എസെൻസ്. ഹി വാണ്ട് ടു സിംപ്ലി സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വർക്ക് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.